തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ കൂട്ടിരിപ്പുകാരൻ കയ്യേറ്റം ചെയ്തെന്ന വനിതാ PG ഡോക്ടറുടെ പരാതി വ്യാജമാണെന്ന് കുറ്റാരോപിതനായ റെയ്നോൾഡ്. മെഡിക്കൽ കോളേജിലെ അനാസ്ഥ മൂലമാണ് തൻ്റെ ഭാര്യ മരിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടന്നത് ഗുരുതരമായ അനാസ്ഥയെന്നും റെയ്നോൾഡ് 24-നോട്. ഭാര്യ കിടക്കുന്ന കട്ടിലിനടുത്ത് വന്നപ്പം കാണുന്നത് രക്തം തളം കെട്ടി നിൽക്കുന്നതാണ്. ഞാൻ പെട്ടെന്ന് ഡോക്ടറെ രക്ഷിക്കണേ, സിസ്റ്ററെ വരണേ, ഓടി വരണേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ സിസ്റ്റർമാരിരിക്കുന്ന മുറിക്ക് അടുത്തോട്ട് ഓടി ചെല്ലുക. ഓടി ചെന്നപ്പോൾ ഇത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ദൂരെ നിന്ന രണ്ട് PG ഡോക്ടർമാർ ഓടി വന്നിട്ട് ഞാൻ കാണാതെ തന്നെ പുറകിൽ വന്നിട്ട് എന്നെ പിടിച്ച് തള്ളുന്നു ശക്തിയായിട്ട്. എന്നെ ഇവർ അടിക്കുന്ന ഒരവസ്ഥയില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തള്ളുന്നു. PG ഡോക്ടർ ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ചെള്ളയ്ക്കൊരടി, പിന്നെയും വന്ന് എന്നെ ഒരടി അടിച്ച് ആ ഡോക്ടർ. അപ്പോൾ എൻ്റെ കൈ ഞാൻ വീശി തട്ടി മാറ്റിയപ്പോൾ എൻ്റെ ഈ വിരൽ എന്നിട്ട് മാസ്കിൽ ഇങ്ങനെ ടച്ചായി. മാസ്കിലാണ് എൻ്റെ കൈ ടച്ചായതെന്ന് അവർ പോലീസ് വന്നപ്പം പറഞ്ഞു. അവിടെ വെച്ച് തന്നെ പോലീസ് സ്റ്റേഷനിൽ അങ്ങനെ എഴുതി വെപ്പിച്ച് ഞാൻ അവരെ ഉപദ്രവിച്ചെന്ന്. PG ഡോക്ടറുടെ പരാതിയെ തുടർന്ന് റെയ്നോൾഡിനെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടിരുന്നു. അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകും. അലക്സ് റാം, ഇദ്ദേഹം കുറ്റാരോപിതനാണെങ്കിലും നിരപരാധിയാണെന്നാണ് അദ്ദേഹത്തിൻ്റെ അവകാശവാദം. എസ്കേൻ, ഇത് ഇക്കഴിഞ്ഞ 21-നാണ് റെയ്നോൾഡിൻ്റെ ഭാര്യ ഈ ക്രിസ്റ്റീനയെ ഗുരുതരമായ കരൾ രോഗത്തെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിക്കുന്നത്. 23-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 23-ാം തീയതി ഈ കാനുലയിൽ നിന്ന് രക്തം വാർന്നു പോകുന്ന സാഹചര്യമുണ്ടായി. കാര്യമായി തന്നെ രക്തം പോകുന്നത് താൻ കണ്ടു. അതിനെ തുടർന്നാണ് അത് വലിയ രീതിയിൽ രക്തം തളം കെട്ടി പോകുന്നതാണ് കണ്ടത്. താൻ അവിടെയുള്ള ആരോഗ്യ പ്രവർത്തകരോട് പറഞ്ഞെങ്കിലും അതിൽ കൃത്യമായി ഇടപെടാൻ അവർ തയ്യാറായില്ല. തുടർന്നാണ് താൻ ഒച്ച വെച്ചത്, ബഹളം വെച്ച് ആരോഗ്യ പ്രവർത്തകരുടെ അടുത്തേക്ക് എത്തിയതെന്നാണ് ഈ റെയ്നോൾഡ് പറയുന്നത്. അവിടേക്ക് എത്തുമ്പോൾ 2 PG ഡോക്ടേഴ്സ് തന്നെ പിടിച്ച് തള്ളുകയായിരുന്നു. തുടർന്ന് തൻ്റെ തല വന്ന് ചുമരിലേക്ക് ഇടിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന ഈ നഴ്സുമാർ തന്നെ സമാനമായി പിടിച്ചു തള്ളുന്നു. തൊട്ട് പിന്നാലെ സെക്യൂരിറ്റി ജീവനക്കാർ തന്നെ പിടിച്ചു വെക്കുന്നു. ഇത് കണ്ടുകൊണ്ട് വന്ന ഒരു വനിതാ PG ഡോക്ടർ തൻ്റെ ചെകിടത്തടിച്ചു. ആ ഡോക്ടറുടെ പേര് ഡോക്ടർ അമിയ സുരേഷ് എന്നാണ്. ഈ അമിയ സുരേഷാണ് റെയ്നോൾഡ് കയ്യേറ്റം ചെയ്തതായി മെഡിക്കൽ കോളേജിൽ പോലീസിൽ പരാതി നൽകിയത്. തുടർന്ന് റെയ്നോൾഡിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് ചെയ്യുകയും അത് ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തു. പിറ്റേന്നാണ് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചത്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഈ പരാതി വ്യാജമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. തൻ്റെ ഭാര്യയ്ക്ക് ഒരു ദിവസം ICUവിൽ ചികിത്സ നിഷേധിച്ചു. കാരണം കൂട്ടിരുന്നത് റെയ്നോൾഡാണ്. അവർ കൊല്ലം സ്വദേശികളാണ്. തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതിനു ശേഷം ഒരു ദിവസം ICUവിലുണ്ടായിരുന്ന ഭാര്യയ്ക്ക് ചികിത്സ നിഷേധിച്ചു. കൃത്യമായി ചികിത്സ ഇവർ നൽകിയില്ല. അതുമാത്രമല്ല, തനിക്കെതിരെ വ്യാജ പരാതി നൽകി. മെഡിക്കൽ കോളേജിൽ നടന്നത് ഗുരുതരമായ അനാസ്ഥയാണ്, ചികിത്സ നെഗ്ലിജൻസ് ഉണ്ടായി, അതായത് ട്രീറ്റ്മെൻറ്റ് നെഗ്ലിജൻസ് ഉണ്ടായി എന്ന് കൂടി ആരോപിച്ചാണ് റെയ്നോൾഡ് ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷനിൽ പരാതി നൽകിയിട്ടുള്ളത്. ഇത്തരമൊരു വ്യാജ പരാതി നൽകിയത് അംഗീകരിക്കാനാകില്ല. താൻ ആരെയും മർദ്ദിച്ചിട്ടില്ല. അവിടെ നിന്ന് മറ്റു രോഗികളും അവരുടെ കൂട്ടിരിപ്പുകാരൊക്കെ സാക്ഷികളാണ്. താൻ ഇവരെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോൾ, അതായത് കൈ ഓങ്ങവെ പിടിച്ചുമാറ്റാൻ ശ്രമിച്ചപ്പോൾ തൻ്റെ കൈ ഈ വനിതാ ഡോക്ടറുടെ മാസ്കിൽ തട്ടുകയായിരുന്നു. തുടർന്നാണ് അവർ കയ്യേറ്റം ചെയ്തതായി പോലീസിൽ പരാതി നൽകിയതെന്നാണ് റെയ്നോൾഡ് 24-നോട് പറഞ്ഞത്. ഒരു ദിവസം ഏതാണ്ട് 28,000 രൂപ വരെ തനിക്ക് ചികിത്സയ്ക്കായി ചിലവായതായി പറയുന്നുണ്ട്. ഭാര്യയുടെ ചികിത്സയ്ക്ക് ചിലവായതായി പറയുന്നുണ്ട്. എന്നിട്ടും വലിയ പുരോഗതി ഉണ്ടായില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഗുരുതരമായ അനാസ്ഥ ആരോപിക്കുന്നുണ്ട് റെയ്നോൾഡ്. ഇവർ നിർധന കുടുംബാംഗങ്ങളാണ്. എസ്കേൻ, ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ ആശുപത്രി സംരക്ഷണ നിയമം വന്നതിനു ശേഷം അത് രോഗികളെയോ കൂട്ടിരിപ്പുകാരെയോ അല്ലെങ്കിൽ അവർക്കെതിരെ ആ നിയമം ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കൂടി വിവിധ ആശുപത്രികളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. നേരത്തെ ഈ വനിതാ PG ഡോക്ടറെ കയ്യേറ്റം ചെയ്തെന്ന് ആരോപിച്ച് PG ഡോക്ടേഴ്സ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പ്രതിഷേധവും മറ്റുമൊക്കെ സംഘടിപ്പിച്ചിരുന്നു. അങ്ങേയറ്റം കണ്ണീരോടുകൂടിയാണ് റെയ്നോൾഡ് പറയുന്നത് താൻ അത്തരത്തിൽ കയ്യേറ്റം ചെയ്ത ആളല്ല, താൻ ഹൃദ്രോഗമുള്ള വ്യക്തിയാണ്, എപ്പിലെപ്സിയുള്ള വ്യക്തി, അതായത് ചുഴലിയുള്ള വ്യക്തിയാണ്. തൊട്ട് തലേ ദിവസം ഈ ആശുപത്രിയിൽ താൻ ബോധരഹിതനായി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്രയും അവശനായി ക്ഷീണിതനായി നിന്നതാണ്. തൻ്റെ ഭാര്യയ്ക്ക് ഇത്രയും സീരിയസ് ആയി ഇരുന്നൊരു സാഹചര്യമുണ്ട്. അപ്പോൾ പോലും ആശുപത്രി അധികൃതർ ഒരു അനുകമ്പാപൂർണ്ണമായ ഒരു ഇടപെടൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല എന്ന ഗുരുതര ആരോപണം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇതിൽ ഇടപെടൽ വേണം, ആരോഗ്യവകുപ്പിൻ്റെ ഇടപെടൽ വേണമെന്ന് അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. മനുഷ്യാവകാശ കമ്മീഷന്റെ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നുണ്ട്. ഈ പരാതിയിൽ ഡോക്ടർ അമിയ സുരേഷിന്റെ പങ്കും അല്ലെങ്കിൽ അവർ മർദ്ദിച്ച കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്.